മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे येला निर्मितधूम्रलोचनवती हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे सुम्भध्वंसिनि संहराशुदुरितं दुर्गे നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവകൾ ദേവിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ദേവിയുടെ ശാന്തമായിട്ടുള്ള മുഖം ഞങ്ങളെ എല്ലാ ഇതിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ദേവിയുടെ ഓരോ ആയുധങ്ങൾ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം പാതുന്നു ഭീതേ ഭദ്രകാളി നമോസ്തുതേ. ജ്വാലാകരാളം, ജ്വാലകളെ കൊണ്ട് കരാളമായിട്ടുള്ള ഭീകരമായിട്ടുള്ള അത്യുഗ്രം, അത്യധികം ഉഗ്രവുമായിട്ടുള്ള അശേഷാസുരമർദ്ദനം, അശേഷാസുരസൂദനം, അശേഷം എല്ലാ അസുരന്മാരെയും വധിക്കുന്നതായ ആ അസുരന്മാരുടെ എല്ലാം വധത്തെ ചെയ്തതായ ത്രിശൂലം, ഭഗവതിയുടെ ആ ത്രിശൂലം പാതുനോ നഹ പാതു, ഞങ്ങളെ രക്ഷിക്കട്ടെ. ഭീതേഹേ, എല്ലാ ഭീതിയിൽ നിന്നും എല്ലാ ഭയത്തിൽ നിന്നും ആ ത്രിശൂലം ഞങ്ങളെ രക്ഷിക്കട്ടെ. ഭദ്രകാളി നമോസ്തുതേ, അല്ലയോ ഭദ്രകാളി, ഭദ്രകാളി രൂപിണിയായിട്ടുള്ള ദേവി, അല്ലയോ നമഃ അസ്തുതേ, അങ്ങയ്ക്ക് നമസ്കാരം. ഹിനസ്തി ദൈത്യതേജാംസി സ്വനേനാപൂര്യയാ ജഗത് സാ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യ സ്വസുതാനിവ. യാ ഖണ്ഡ, യാതൊരു ഖണ്ഡയാണോ മണിയാണോ, ഹിനസ്തി നശിപ്പിക്കുന്നു, ദൈത്യ തേജാംസി ദൈത്യന്മാരുടെ തേജസ്സിനെ എല്ലാം നശിപ്പിക്കുന്നത്. എങ്ങനെയാണ് അത് നശിപ്പിക്കുന്നത്? സ്വനേന ആപൂര്യയാ ജഗത്, സ്വനേന സ്വന്തം ശബ്ദം കൊണ്ട്, ജഗത് ആപൂര്യ ലോകത്തിനെ മുഴുവൻ നിറച്ച് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള സ്വന്തം ശബ്ദം കൊണ്ട് ദൈത്യന്മാരുടെ തേജസ്സിനെ മുഴുവൻ ഹനിക്കുന്നതായിട്ടുള്ള യാ ദൈത്യ തേജാംസി ഹിനസ്തി, യാതൊന്നാണോ ദൈത്യന്മാരുടെ തേജസ്സിനെ മുഴുവൻ ഹനിക്കുന്നത്, സാ ഖണ്ഡ അപ്രകാരമുള്ളതായ ആ ഖണ്ഡ മണി പാതുനോ ദേവി, ഞങ്ങളെ രക്ഷിക്കട്ടെ. നഹ പാതു, പാപേഭ്യ എല്ലാ പാപികളിൽ നിന്നും, പാപ എന്നുള്ളത് പാപി എന്നുള്ള അർത്ഥത്തിലാണ്, പാപികളിൽ നിന്നും എല്ലാ പാപികളിൽ നിന്നും, സ്വസുതാനിവ സ്വന്തം പുത്രന്മാരെ എന്ന പോലെ, പുത്രന്മാരെ അമ്മ രക്ഷിക്കുന്നത് പോലെ അങ്ങയുടെ ആ ഖണ്ഡ ഞങ്ങളെ എല്ലാവരെയും എല്ലാ പാപികളിൽ നിന്നും രക്ഷിക്കട്ടെ, പാപികളായിട്ടുള്ള അസുരന്മാരിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന്. അസുരാസൃവസാപങ്കചിതാസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വം നതാവയം. ഈ ചണ്ഡികാരൂപിണിയായിട്ടുള്ള ദേവി, ചണ്ഡികേ അല്ലയോ ചണ്ഡികേ ദേവി, ത്വാം നതാവയം, വയം ത്വാം തഥാഹ, ഞങ്ങൾ അങ്ങയെ നമിക്കുന്നു, നമിച്ചവരാകുന്നു, അങ്ങയെ നമിക്കുന്നു എന്ന്. അസുരാസൃക് വസാപങ്കചർച്ചിതസ്തേ കരോജ്വല, തേ ഉജ്ജ്വല കരഹ, അങ്ങയുടെ ആ ഉജ്ജ്വലമായിട്ടുള്ള കരം, കയ്യ്. അസുരാസൃക് വസാപങ്കചർച്ചിത, എങ്ങനെയുള്ളതാണ് ആ കയ്യ്? അസുരന്മാരുടെ അസൃക്ക് രക്തം, വസ തന്നെ, പങ്കം അതാകുന്ന വസയാകുന്നതായിട്ടുള്ള പങ്കം ചളി, അസുരന്മാരുടെ അസൃക്കും രക്തവും വസയുമാകുന്നതായിട്ടുള്ള പങ്കം ചളി, അതുകൊണ്ട് ചർച്ചിതമായിട്ടുള്ള അലങ്കൃതമായിട്ടുള്ള അങ്ങയുടെ കരം, അങ്ങയുടെ കൈ, ശുഭായ ഖഡ്ഗ കരോജ്വല എന്നുള്ള കരത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള കരോജ്വല ഖഡ്ഗ എന്നാണ്. കരോജ്വലമായിട്ടുള്ള കരത്തിൽ ഉജ്ജ്വലമായി ശോഭിക്കുന്നതായിട്ടുള്ള ഖഡ്ഗം ശുഭായ ഭവതു, ഞങ്ങളുടെ ശുഭത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ, ശുഭായ ഭവതു ശുഭത്തിനായി ഭവിക്കട്ടെ എന്ന്. രോഗാനശേഷാനപഹംസി തുഷ്ട കാമാനഭീഷ്ടാനഖിലൻ ദദാസി ത്വാമാശ്രിതാനം ന വിപന്നരാണം ത്വാമാശ്രിതാ ഹ്യാശ്രയതം പ്രയാന്തി.
രോഗാനശേഷൻ എല്ലാ രോഗങ്ങളെയും അപഹംസി തുഷ്ട തുഷ്ട സന്തുഷ്ടയായ ഭവതി. അശേഷാൻ രോഗാൻ അപഹംസി എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. കാമാൻ അഭീഷ്ടാൻ അഖിലാൻ ദദാസി അഭീഷ്ടാൻ കാമാൻ അഭീഷ്ടങ്ങളായ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാമങ്ങളെ അഖിലാൻ എല്ലാം തന്നെ ദദാസി നൽകുന്നു. ഇഷ്ടപ്പെട്ട എല്ലാ കാമങ്ങളെയും ആഗ്രഹങ്ങളെയും നൽകുന്നു. ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാനാം നരാണാം അങ്ങയെ ആശ്രയിക്കുന്നതായ നരന്മാർക്ക് ന വിപത്ത് ആപത്ത് എന്നുള്ളത് ഇല്ല. അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് ആപത്ത് എന്നുള്ളത് ഇല്ല. ത്വാമാശ്രിതാഹി ആശ്രയതാം പ്രയാന്തി ത്വാമാശ്രിതാഹ അങ്ങയെ ആശ്രയിക്കുന്നവർ ആശ്രയതാം പ്രയാന്തി മറ്റുള്ളവർക്കും ആശ്രയമായി തീരുന്നു. ആശ്രയത ആശ്രയം എന്നുള്ളതായിട്ടുള്ള ഭാവം. അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ആശ്രയമായി തീരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതത് കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷം ദേവി മഹാസുരാണം രൂപൈരനേകൈർബഹുധാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോതി കന്യാ. ഏതത് കൃതം ഇപ്രകാരം ഇന്ന് ചെയ്തതായിട്ടുള്ള ഈ യത് കഥനം ഈ നശിപ്പിക്കൽ വധം എന്നുള്ളത്, കഥനം എന്ന് വെച്ചാൽ കഷ്ടം ഇതായിട്ടുള്ളതായിട്ടുള്ള നാശം എന്നുള്ളത്. ത്വയാ അദ്യ ഏതത് കൃതം അങ്ങയാൽ ഇന്ന് ചെയ്യപ്പെട്ടതായ ഈ കഥനം വധം ഇല്ലാതാക്കല് ധർമ്മദ്വിഷാം മഹാസുരാണം ആരുടെ വധാണ്? ധർമ്മം ദ്വേഷിക്കുന്നതായിട്ട് ധർമ്മത്തെ ദ്വേഷിക്കുന്നതായിട്ടുള്ള മഹാസുരാണാം അസുരന്മാരുടെ വധം ഇപ്പോൾ ഭഗവതി ചെയ്തുല്ലോ. അത് എങ്ങനെയാണ് ചെയ്തത്? രൂപൈഹി അനേകൈഹി അനേകൻ രൂപങ്ങളെ കൊണ്ട് ബഹുധാ പലവിധത്തിൽ ആത്മമൂർത്തിം കൃത്വ സ്വയം ശരീരത്തെ തൻ്റെ ശരീരത്തെ ബഹുരൂപൈഹി കൃത്വ പല രൂപങ്ങളായി ചെയ്തിട്ട്, അതായത് സപ്തമാതാക്കളായിട്ടും പിന്നെ കാളിയായിട്ടും ഒക്കെ ഉള്ളതായിട്ടുള്ള അനവധി രൂപങ്ങൾ ധരിച്ചുകൊണ്ട് ധർമ്മ ഇന്ന് ഈ ചെയ്തതായിട്ടുള്ള ഈ നിധനം വധം എന്നുള്ളത് ബഹുധ ആത്മമൂർത്തിയും കൃത്വ സ്വമൂർത്തിയെ പലതാക്കി ചെയ്തിട്ട് കൃത്വ അംബികയെ തൽപ്രകരോതി കാന്യ വേറെ ആർക്കാണ് അത് ചെയ്യാൻ സാധിക്കുക? തത് പ്രകരോതി അത് ചെയ്യുന്നത് മറ്റാരാണ്? വേറെ ആർക്കും അത് സാധ്യമല്ല. ഇങ്ങനെ പല രൂപങ്ങളെ ധരിച്ചുകൊണ്ട് ഇപ്രകാരം അസുരന്മാരെയൊക്കെ വധിക്കുക എന്നുള്ളത് മറ്റാർക്കാണ് സാധിക്കുന്നത് എന്ന്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.